ഇന്ന് ചെയ്യേണ്ട ചില പ്രവൃത്തികൾ നിങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാറുണ്ടോ? അങ്ങനെ ചോദിക്കാനൊരു കാരണമുണ്ട്. ചിലത് ഇന്ന് ചെയ്യേണ്ടതാണ്, പക്ഷേ സമയമുണ്ടല്ലോ, നാളത്തേക്ക് നമുക്ക് നീക്കി വെക്കാം. ജീവിതത്തിൽ എത്രയോ സമയങ്ങൾ ഇനിയും മുൻപോട്ട് കിടപ്പുണ്ട്. ഇന്ന് തന്നെ അത് ചെയ്തു തീർക്കണ്ട, നാളെയാകട്ടെ. നാളെ നമ്മുടെ മുൻപിൽ നീളയാകുന്ന സമയം. ഇന്നലെ ചെയ്യേണ്ടിയിരുന്ന ആ വിഷയം പിന്നീട് നമ്മുടെ മുൻപിൽ തിരിഞ്ഞു മറിഞ്ഞു വരുമ്പോൾ അതന്ന് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഉപകാരപ്പെട്ടേനെ, എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടിയേനെ, എനിക്കതൊരു നന്മയായി തീർന്നേനെ. അങ്ങനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവം വന്നു ഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം മടിയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ തരുന്നതൊന്നല്ല, കയ്യിലുള്ള നന്മകൾ കൂടി ഇല്ലാതെയാക്കുന്ന ഒരു സാഹചര്യം ആണ്. ആയതുകൊണ്ട് തന്നെ അലസത, മടി നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് വിട്ടുമാറട്ടെ. ഉറങ്ങിയും വെറുതെ ഇരുന്നുമൊക്കെ തീർക്കുന്ന സമയങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ആയുഷ്കാലത്തിൻ്റെ പകുതിയോളം തിന്നു കഴിഞ്ഞു. വെറുതെ ചിന്തിച്ചിരിക്കുന്ന സമയം പോലും അതിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് മുൻപിൽ തുച്ഛമായ സമയമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ, കുടുംബം, അങ്ങനെ നമ്മെ സ്വാധീനിച്ചു നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെയൊക്കെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണമെങ്കിൽ ഇന്ന് നിന്നിൽ തളം കെട്ടി നിൽക്കുന്ന മടിയുടെ, അലസതയുടെ ആ ഒരു ഭാഗം എന്നേക്കുമായിട്ട് നിന്നിൽ നിന്ന് നീക്കപ്പെടണം. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്: മടിയനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. ഉത്സാഹമെന്ന ആദ്യ സമ്പത്ത് നിന്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ നിന്റെ മടി മാറും. നീ നനയ്ക്കുന്ന വിഷയങ്ങൾ, നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ നിന്നെ തേടിയെത്തും.